ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? വേൾഡ് ഓസോൺ ഡേ ഈസ് സെപ്റ്റംബർ 16. 2020 ഓസോൺ ദിന സന്ദേശം. ഓസോൺ ഡേ മെസ്സേജ് ഫോർ 2020. ഓസോൺ ഫോർ ലൈഫ്, 35 years of ozone layer protection. 2019 ഓസോൺ ദിന സന്ദേശം. ഓസോൺ ഡേ മെസ്സേജ് ഫോർ 2019. 32 വർഷവും രോഗശാന്തിയും അഥവാ 32 years and healing. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. Atmospheric layer known as the home of mankind. Stratosphere. ഓസോൺ പാളി കണ്ടെത്തിയതാര്? Who discovered the ozone layer? Charles Fabry and Henry Buisson. ഓസോൺ കണ്ടുപിടിച്ചതാര്? Who discovered ozone? C.F. ഷോൺ ബെയ്ൻ. എന്തിന്റെ രൂപാന്തരണമാണ് ഓസോൺ? ഓസോൺ is an allotrope of what? Oxygen. ആദ്യമായി ഓസോൺ ഡേ ആചരിച്ചത് ഏതു വർഷം? The year in which ozone day was first observed. 1995. ഏത് പേരിലാണ് ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വസ്തുക്കൾ പൊതുവെ അറിയപ്പെടുന്നത്? What is the commonly known name of the substances that cause the breakdown of the ozone layer? ODS അഥവാ ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസസ്. ഓസോൺ സംരക്ഷണ ഉടമ്പടി, ഓസോൺ പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ ഉടമ്പടി അംഗീകരിച്ചത് എന്ന്? That the Treaty of Montreal was ratified on 1987 സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? That the Montreal Protocol came into existence 1989 ജനുവരി 1. മോൺട്രിയൽ ഏതു രാജ്യത്തെ നഗരമാണ്? Montreal is a city in കാനഡ. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? Ozone Day is celebrated in Kerala under the auspices of which organization? STEC അഥവാ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന ഏത്? Which is the international organization that has decided to celebrate September 16th as Ozone Day every year? UNEP അഥവാ United Nations Environment Program. ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു സംരക്ഷണ കവചം. An atmospheric protective shield for life on Earth. ഓസോൺ ലെയർ. ഓസോൺ പാളിയുടെ നിറം. The color of the ozone layer. Light blue. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എത്ര ഉയരത്തിലാണ്? How high is the ozone layer in the atmosphere? 25 മുതൽ 30 വരെ കിലോമീറ്റർ ഉയരത്തിൽ.
എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓസോൺ തന്മാത്ര? An ozone molecule consists of how many oxygen atoms? 3 oxygen atoms. ഓസോണിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണക്കാർ. The main contributors to ozone depletion. CFC and carbon monoxide. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാവുന്ന മേഘങ്ങൾ ഏതാണ്? Which clouds cause the destruction of the ozone layer? നെക്രിയസ് മേഘങ്ങൾ അഥവാ നെക്രിയസ് ക്ലൗഡ്സ്. ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന വാക്കുണ്ടായത്? The word ozone is derived from which Greek word? ഓസീൻ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന്. ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. മീനിങ് ഓഫ് ദ ഗ്രീക്ക് വേർഡ് ഓസീൻ. ടു സ്മെൽ അഥവാ മണക്കാനുള്ളത്. ഓസോൺ എന്ന പദം ഏത് ഭാഷയിൽ ഉൾപ്പെടുന്നതാണ്? In which language does the word ozone belong? ലാറ്റിൻ ഭാഷയിൽ. ഓസോൺ എന്ന വാക്കിന്റെ അർത്ഥം. The meaning of the word ozone. മണമുള്ളത്. സൂര്യനിൽ നിന്നുള്ള UV രശ്മിയെ തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കുന്നത്. Protecting the earth from the UV rays from the sun. ഓസോൺ ലെയർ. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് എവിടെ? Where the ozone hole was first discovered? അന്റാർട്ടിക്കയിലെ ഹാലി ബേ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? The unit that records the amount of ozone. ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ പാളിക്ക് ഏറ്റവും കുറച്ച് വ്യതിയാനം സംഭവിക്കുന്നത് എവിടെയാണ്? Where the ozone layer undergoes the least variation. പർവ്വത പ്രദേശങ്ങളിൽ. In mountainous areas. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാകുന്നത് ഏത് കാലത്താണ്? At what time is the ozone concentration highest? വേനൽക്കാലത്ത്. ഓസോണിന്റെ ഏറ്റവും ഉയർന്ന ഗാഢത യൂറോപ്പിൽ കണ്ടെത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? At what time was the highest concentration of ozone discovered in Europe? 1940 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിൽ. ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏത് സംയുക്തത്തിൽ നിന്നും ആണ്? ഓസോൺ ഈസ് മെയിൻലി ഫോംഡ് ഫ്രം വിച്ച് കോമ്പൗണ്ട്? നൈട്രജൻ ഡൈഓക്സൈഡിൽ നിന്നും. സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏത് ഭാഗത്തു കൂടിയാണ്? This is how plants absorb ozone. Through the leaves, ഇലകളിലൂടെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏത്? Which plant releases ozone during photosynthesis? തുളസി. ഓസോൺ കണ്ടെത്തുന്നതിനായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? Which spacecraft was launched to detect ozone? Nimbus 7. UV കിരണങ്ങൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏത്? Which agricultural crop is degraded by excessive exposure to UV radiation? നെല്ല് അഥവാ പാഡി.
ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരം ബാധിക്കുന്നു? How depletion of ozone affects plants. വളർച്ച മുരടിക്കുന്നു. Growth is stunted. CFC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? What does CFC stands for? Chlorofluorocarbons. ഓസോൺ വിഘടനത്തിന് കാരണമാകുന്ന സംയുക്തം. The compound that causes ozone depletion. ക്ലോറോഫ്ലൂറോകാർബണുകൾ. CFC കണ്ടുപിടിച്ചതാര്? Who invented CFC? തോമസ് മെഡ്ക്ലേ. ഭൂമിയുടെ കുട എന്ന് അറിയപ്പെടുന്നത് known as the umbrella of the earth. Ozone layer. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? What is used to disinfect mineral water? Ozone. ഓസോണോസ്ഫിയർ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? Atmospheric layer known as the ozonosphere. സ്ട്രാറ്റോസ്ഫിയർ ആണ് ആ പേരിൽ അറിയപ്പെടുന്നത്. 1987 മോൺട്രിയൽ ഉടമ്പടി നടന്ന രാജ്യം. The country where the 1987 Montreal Protocol took place. കാനഡ. ഓസോൺ കവചം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അറ്റ്മോസ്ഫിയറിക് ലെയർ നോൺ ആസ് ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ തുള നിരന്തരമായി നിരീക്ഷിക്കുന്നതിനുള്ള കൃത്രിമോപഗ്രഹം ഏതാണ്? Which satellite will constantly monitor the ozone hole? ടോംസ്. ടോംസ് എന്നതിന്റെ പൂർണ്ണരൂപം. The full form of TOMS. Total Ozone Mapping Spectrometer. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? Which was the first country to impose a carbon tax on CFC emissions of ozone depleting substances? ഫിൻലാൻഡ് ആണ് ആ രാജ്യം. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? What is the natural phenomenon of ozone production in the atmosphere? മിന്നൽ അഥവാ ലൈറ്റ്നിംഗ്. സസ്യങ്ങളിൽ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെ? Where the harmful action of ozone on plants was first reported. 1944 ലോസ് ഏഞ്ചൽസ്. മനുഷ്യനിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? This is where the harmful effects of ozone in humans were first reported. ലോസ് ഏഞ്ചൽസ് in 1950. ഓസോൺ ശിഥിലീകരണത്തിന്റെ ഫലമായി ജീവികളിൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ. Major problems in organisms as a result of ozone depletion. ത്വക്ക് ക്യാൻസറും ഉൽപരിവർത്തനവും, അതായത് സ്കിൻ ക്യാൻസർ ആൻഡ് മെറ്റാസ്റ്റാസിസ്. ഓസോണിന്റെ രാസ ഫോർമുല. കെമിക്കൽ ഫോർമുല ഓഫ് ഓസോൺ O3. ക്ലോറോഫ്ലൂറോകാർബൺ ആദ്യമായി നിർമ്മിച്ച വർഷം. The year in which chlorofluorocarbons were produced for the first time. 1892. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ വർഷം.
the year the ozone hole was first discovered. 1970 ഓസോണിന്റെ ഘടന കണ്ടെത്തിയ വർഷം. Year the ozone structure was discovered. 1805 ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് a disease that occurs in humans due to high levels of ozone. Asthma. ഓസോൺ സുഷിരങ്ങൾ ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നത് എവിടെയാണ്? Where ozone holes are most formed. അന്റാർട്ടിക്കയിൽ. അന്റാർട്ടിക്കയിൽ ഓസോൺ സുഷിരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് കാലത്താണ്? At what time is the ozone hole most abundant in Antarctica? വേനൽക്കാലത്ത് അഥവാ ഇൻ സമ്മർ സീസൺ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? What are the different types of ultraviolet rays in sunlight? 3 തിരിച്ചിരിക്കുന്നു. അൾട്രാവയലറ്റ് എ, അൾട്രാവയലറ്റ് ബി, അൾട്രാവയലറ്റ് സി. ഓസോണിന്റെ IUPAC നാമം. ഓസോൺസ് IUPAC നെയിം ട്രൈ ഓക്സിജൻ. ഏറ്റവും പുതിയതായി ഓസോൺ പാളിയിലെ സുഷിരം അടഞ്ഞതിന് കാരണമായി ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്ന പ്രതിഭാസം. Scientists point to the latest phenomenon that has caused the ozone layer to close. പോളാർ വെർട്ടെക്സ് എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണം. 1928 1958 ഇടയിൽ ലോകവ്യാപകമായി ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? Who was the scientist who took the initiative to establish a worldwide network of ozone observatories between 1928 and 1958? GMB Dobson. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ UN പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ്? In which year did the UN declare September 16 as Ozone Day? 1994 ഡിസംബറിൽ. ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നത്. Known as the Earth's blanket. Ozone layer. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. International Convention for the Phased Prohibition of Ozone Depletion Products. Montreal Protocol. മോൺട്രിയൽ ഉടമ്പടി നടന്ന നഗരം. The city where the Treaty of Montreal took place. വിയന്ന. ഓസോൺ വാതകം കണ്ടുപിടിച്ച ഷോൺ വെയ്ൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു? The German scientist who discovered ozone gas was Sean Bain, a professor at which university? സ്വിറ്റ്സർലാൻഡിലെ ബേസൽ യൂണിവേഴ്സിറ്റി. ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. Scientist first recognizes ozone gas. Martinus van Marum. ക്ലോറോഫ്ലൂറോകാർബണിൽ ഓസോണിനെ ദോഷകരമായി ബാധിക്കുന്ന മൂലകം ഏതാണ്? Which element in chlorofluorocarbons is harmful to ozone? Chlorine. ചരിത്രത്തിൽ ഓസോൺ പാളിക്ക് ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയ വർഷം. The year that recorded the largest depletion of the ozone layer in history. 2006. ODPയുടെ പൂർണ്ണരൂപം എന്താണ്?
full version of ODP. Ozone depletion layer. ഫോട്ടോകെമിക്കൽ സ്മോഗ് രൂപപ്പെടുന്നതിന് കാരണമായ വാതകം. The gas that causes the formation of photochemical smog. Ozone. എത്ര രാജ്യങ്ങൾ ചേർന്നാണ് 1987 സെപ്റ്റംബർ 16 ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പദ്ധതിയുടെ ഭാഗമായി മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? How many countries have created the Montreal Protocol on September 16, 1987 as part of the United Nations Environment Program? 24 രാജ്യങ്ങൾ ചേർന്ന്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉള്ള ഓസോണിനെ അളക്കുവാൻ സാധിക്കുന്ന ഉപകരണം. An instrument that can measure ozone in the stratosphere. Spectrophometer. സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? Who invented the spectrophometer? GMB Dobson. 1839 ഓസോണിനെ വേർതിരിച്ച് ഓസോൺ എന്ന പേര് നൽകിയതാരാണ്? In 1839, who separated ozone and gave it the name ozone? ഷോൺ ബെയ്ൻ. ഓക്സിജൻ ചേർന്ന് ഓസോൺ രൂപപ്പെടുന്ന പ്രക്രിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? Who was the scientist who discovered the process by which ozone is formed by the combination of oxygen? Sidney Chapman.